ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 8 വിശുദ്ധ വിത്ത് ബുർഗയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിൻ്റെ രാജാവായ അന്നാസിൻ്റെ 4 വിശുദ്ധരായ പുത്രിമാരിൽ ഇളയവളാണ് വിശുദ്ധ വിത്ത് ബുർഗ. ശിശുപ്രായം മുതൽ തപോനിഷ്ഠമായ ജീവിതമാണവൾ നയിച്ചിരുന്നത്. പിതാവിൻ്റെ മരണശേഷം ഏറെ ഏകാന്തമായ ഒരു ജീവിതം നയിക്കുവാൻ തുടങ്ങി. വേറെ കന്യകമാരും അവളോടൊപ്പം ചേർന്നു. വിശുദ്ധയുടെ മൃതദേഹം കുറേ കാലം അഴിയാതിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേത് എന്ന മട്ടിൽ ജീവിക്കുന്നതെന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നതെന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നതിനെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചിട്ടുള്ളതാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ വേറൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നാൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: വരാനിരിക്കുന്നവൻ നീ തന്നെയോ? ഈ ചോദ്യം ചോദിക്കുന്നവൻ ആരാണ് എന്നതാണ് കൂടുതൽ പ്രസക്തം. വഴിയൊരുക്കാൻ വന്നവൻ തന്നെ. വരാനിരിക്കുന്നവൻ ആരെന്ന് പോലും അറിയാതെ ആർക്കു വേണ്ടിയോ അവൻ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. നിവേശിതമായ ഒരു ദൗത്യത്തിന് കാര്യകാരണസഹിതമായ എല്ലാ നീതീകരണങ്ങളും ആദ്യമേ നൽകപ്പെടണമെന്നില്ല. ആന്തരികമായ ബോധ്യങ്ങളും നിർബന്ധങ്ങളുമാണ് അതിൻ്റെ മാനദണ്ഡം. വഴിയൊരുക്കാൻ വന്നവന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അനന്യമായ ഒരു സാധാരണത്വം ക്രിസ്തുവിലുണ്ടായിരുന്നു. വഴിയൊരുക്കുവാൻ വന്നവൻ്റെ അരികിൽ നേരിട്ട് ചെന്ന് തൻ്റെ സ്വത്വം വെളിപ്പെടുത്താനോ തെളിയിക്കാനോ അവൻ മെനക്കെട്ടതുമില്ല. അവനു വേണ്ടി മരിക്കുവാൻ തന്നെ അനേകർ തയ്യാറായിട്ടുള്ളപ്പോഴും അവനെ തിരിച്ചറിയുവാൻ പോലും സാധിക്കാതെ ഇന്നും പലരും കുഴങ്ങുന്നു. ചോദ്യങ്ങളും അന്വേഷണങ്ങളും നിലയ്ക്കരുത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.